ഞങ്ങളെ വീട്ടിലെ വാള് ഇതാണ് ടിവിന്റെ പുറകിലുള്ളത്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഇത് ഫുള്ള് ഇതേപോലത്തെ കളറായിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അടിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ കുറേ ആയി, 2-3 വർഷമായി. ഇപ്പോൾ ഏകദേശം നമുക്ക് തന്നെ അത് ബോറായി തോന്നി. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മളെ കൊണ്ടാട്ടിയതേ ആമസോണിന് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു സെൽഫ് അഡീസീവ് വാൾപേപ്പറാണ്. അപ്പോൾ ഇത് ഒട്ടിക്കുക എന്നുള്ള പരിപാടിയിലാണ് ഇന്ന് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാം. ഈ പരിപാടിയിലൊന്നും താല്പര്യമില്ലാത്തൊരു മനുഷ്യനിവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് എണീച്ചത്. അപ്പോൾ ഈ ടി വി യൂണിറ്റ് എല്ലാം ഇവിടുന്ന് അയച്ചു മാറ്റണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ. സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് ആദ്യം ഡിസ്പ്ലേ നെറ്റ് ഓഫാക്കും. എൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയടി. 10 കൊല്ലമായിട്ടുള്ള ടി വിയാണ് നമ്മളെ കയ്യിൽ. 10 കൊല്ലമായിട്ട് ബാംഗ്ലൂർ നമ്മൾ വന്ന സമയത്ത് ഷാനെല്ലാം പ്രസവിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ച ടി വിയാണ്. 10 കൊല്ലമായി. ഇത് കുറച്ച് മുമ്പ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ അയച്ചതിൻ്റെ ബോർഡിൽ നിന്ന് ഒരു സാധനം, ഒരു IC മാറ്റാണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ ഇത് സാധാ ടി വിയാണ്. നമ്മൾ ഇത് ആമസോൺ ഫയർ സ്റ്റിക്ക് വെച്ചിട്ട് സ്മാർട്ട് ടി വി ആക്കിയതാണ്. ഈ സാധനം വെച്ചിട്ട് സ്മാർട്ട് ടി വി ആക്കിയതാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മളിവിടെ ഒട്ടിച്ചപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇത് കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ അത്ര കട്ടിയില്ലാത്ത കാരണം ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം ഈ ഭാഗത്തുള്ള ഈ പാറ്റേണൊക്കെ ഇതിനകത്ത് കൂടി ബാക്കിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ പെയിൻറ്റ് ഇവിടെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റ് എടുത്തിട്ട് ഇത് മൊത്തം അടിച്ചിട്ട് പിന്നെ ഇത് ഒട്ടിക്കാന്ന് വിചാരിക്കുന്നു. ആ ക്രീം കളർ അടിച്ചാലും ഈ വയലറ്റ് കളറിന്റെ നിഴലുണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ ഓരോന്ന് പാട്ട് കാണുന്നില്ലേ, 2 കോട്ടം അടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളിത് തിരിച്ചെടുക്കുകയാണ്. ഇത് ഏകദേശം എത്ര കൊല്ലായി ഈ പെയിന്റ്? ഇങ്ങോട്ട് വാ, വെളിച്ചത്തേക്ക് വാ. ഈ പെയിന്റ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ട് ഏകദേശം 3 കൊല്ലായില്ലേ? 2 കൊല്ലായില്ലേ? ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് വെള്ളം വേറെയും പെയിന്റ് വേറെയാണ്. നീ കാണിച്ചേ, പുതിയത് വാങ്ങണ്ട. വെള്ളം ഒഴിവാക്കണ്ട, അതാ പെയിന്റിലുള്ള അത് വെള്ളമല്ല, ഒരു ഓയിൽ പോലത്തെ സാധനം. നീ അതെടുത്ത് ഒന്ന് ഇളക്കി നോക്കട്ടെ. പെയിന്റ് നമുക്കൊന്ന് ചളിയല്ല, അത് പെയിന്റില് മറ്റേ നെയ്യ, എനിക്ക് കാണാൻ പറ്റൂല. നമ്മള് കുറച്ചേരം ഇളക്കി നോക്കാം, ഇത് റെഡിയാവും. നമ്മള് അത്യാവശ്യം ഒന്ന് ഇളക്കിയപ്പോൾ സംഭവം റെഡിയായി. ഇതിലേക്ക് നമ്മളൊന്നും മിക്സ് ചെയ്യുന്നൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ ബ്രഷ് എടുത്തിട്ട് നേരെ അങ്ങ് പൂശാം. എടാ പേപ്പർ ഉണ്ടോ നമ്മളതില്? പേപ്പർ ഉണ്ടോ? പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഇത് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഈ സാധനം ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇന്ന് പെയിന്റ് അടിച്ചിടാം, എന്നിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം വാൾപേപ്പർ അടിക്കാം. അപ്പോൾ ഇന്ന് TV കാണാൻ പറ്റില്ല കേട്ടോ. റോളിൻ്റെ ഒഴിവാക്കിനെ ആ പേപ്പറല്ല, ന്യൂസ് പേപ്പർ വലുതുണ്ടോ? പഴയ നമ്മളെ ഡേറ്റ് കഴിഞ്ഞ കലണ്ടർ ഉണ്ടല്ലോ, 2024 കലണ്ടറിന്റെ പേപ്പർ എടുത്തോ. ന്യൂസ് പേപ്പർ കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വിശാന്റെ അടുത്ത് പോയിട്ട് ന്യൂസ് പേപ്പർ വാങ്ങിക്കേണ്ടി വരും. വിശാന്റെ അടുത്ത് പോയിട്ട് ഒരു ന്യൂസ് പേപ്പർ വാങ്ങിച്ചിട്ട് വാ. Okay, Shala, go. See you later.
Please. Please, Sean. I want that. Newspaper. തരാൻ പറ്റില്ല ആവും തരില്ല എന്ത് പെയിന്റ് അടിക്കാൻ ആളെ തരാണോ നിക്കണോ വെയിറ്റ് എക്സ്ട്രാ ഫുഡ് നീ ചോദിച്ചിട്ടല്ല ഞാൻ ഒന്ന് ചോദിച്ചുള്ളൂ അത്തരം ഗസ്റ്റ് വിശാലായിട്ടാണ് താഴെ ഉണ്ടായിരുന്നു പിന്നെ ആരും ഉണ്ടായിരുന്നു അപ്പോൾ പെയിന്റ് മിക്സായി റെഡി ആയിട്ടുണ്ട് ഇതാ കാണിക്കണം. ഓക്കെ, പെയിന്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് പരിപാടി തുടങ്ങാം. ഒരു പേപ്പർ അടിക്കാം. ഇതാരാ ഇതാരാ ആള് ഇതാരാ ഇത് ഗാന്ധിജിയാണ് ഗൈസ്. ആരത് പറയടാ പറ ഇതാരാ എന്നാലും പറ. ഇയാളെ എനിക്കറിയില്ല. ഇയാളെ നിനക്കറിയില്ല. മഹാത്മ ഇതാണ് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ ബ്രഷൊക്കെ ഇവിടെ മുമ്പേ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ റൂമിൽ ഈ വീട് ഫുള്ള് പെയിന്റ് അടിച്ചത് ഞാനും ഇവളും കൂടിയാണ്. കാരണം ഇത് വന്ന സമയത്ത് നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ ഇവന്മാരുടെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഫുള്ള് വൃത്തിയുടെ ഇവന്മാര് ചുമരുമെല്ലാം പെന്നുകൊണ്ടൊക്കെ എഴുതിയിട്ട് നീയുണ്ട്. അല്ല നീയല്ല ഇവനാണ് ഈ ചുമരുമെല്ലാം അല്ല അതിന്റെ മുമ്പേ നീ ഇവിടെ ചുമരുമ എഴുതാൻ തുടങ്ങിയാണ്. 5 അല്ല നീ 3 ഇയേഴ്സ്. നീ 3 ഇയേഴ്സ് ആവുമ്പോ ചുമര മൊത്തം വൃത്തിയാക്കിയാണ്. ഇപ്പൊ നീ കുട്ടി തന്നെയല്ലേ എല്ലാണോ? ഞാൻ പറഞ്ഞതേ 3 ഇയേഴ്സ് ആവുമ്പോ ബേബി അല്ലായിരുന്നോ? 3 ഇയേഴ്സ് ആവുമ്പോ നീ ബേബി ആയിരുന്നോ? അങ്ങനെ പെണ്ണെടുത്ത് വരച്ചതുകൊണ്ടാണ് നമ്മളിത് മൊത്തം പെയിന്റ് അടിക്കേണ്ടി വന്നെന്നാ പറയുന്നത്. അതെന്താ എനിക്കറിയാത്ത? അപ്പോ നമ്മളിതൊന്ന് മൊത്തം പെയിന്റ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഏകദേശം പെയിന്റ് അടിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കോട്ടും കൂടി അടിക്കേണ്ടി വരും. കാരണം ഈ ഗ്യാപ്പൊക്കെ പിന്നെയും കാണുന്നുണ്ട്. അല്ല അതിന് പോലെ മുമ്പ് നമ്മളൊരു ബ്രിക്കിൻ്റെ ഒരു സ്റ്റൈലിൽ അടിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇത് ഉണങ്ങൂലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെറുതെ കാണികൾ വെറുതെ ഒരു പണിയെടുക്കാണ്ടിരിക്കുന്ന. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മളെ വാള് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മൊത്തം പെയിൻ്റ് അടിച്ച് ഇപ്പോൾ ബ്രിക്കിൻ്റെ ആ ഒരു ഡിസൈന് പോയിട്ടുണ്ട് മൊത്തത്തിലായിട്ട്. പിന്നെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണില്ല. ഇനി ഇതൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഇനി ഒട്ടിക്കാം. ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് സെൽഫ് അഡീഷണൽ സ്റ്റിക്കറാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ഇത് ഊരിയിട്ട് വേണം ഒട്ടിക്കാൻ. എന്താ മോനെ ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നു. പയമ്പരിയും ബോണ്ടിയും വാങ്ങിച്ചപ്പോൾ ഇതാ അതിൻ്റെ മുകളിലാണ്. സഹായിക്കാനൊന്നും വരുന്നില്ല. ക്യാമറ എല്ലാം ഓഫാക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ട് വിളിച്ച് വരുത്തണം ഒന്ന് വാടോന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്നെക്കാട്ടി താല്പര്യം 30 പേർക്കായിരുന്നു. പക്ഷേ സ്റ്റിക്കർ വന്ന് പയമ്പൊരു കിട്ടിയപ്പോൾ പിന്നെ സ്റ്റിക്കറൊന്നും വേണ്ട.
അങ്ങനെ നമ്മൾ ഏകദേശം 3 ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചപ്പോൾ ഏകദേശം ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ ചുമരിൻ്റെ ഇവിടെ ചെറിയൊരു ആർച്ച് പോലെ കറക്റ്റ് ശരിയല്ല, എൻ്റെ വർക്ക് ശരിയാത്തതുകൊണ്ട് ഏകദേശം ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഉണ്ടോ എന്നിട്ട് ഗ്യാപ്പിലൂടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പീസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനി ഇത്രയുള്ള ഗ്യാപ്പുള്ളൂ, അപ്പോൾ അതിന് കട്ട് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ അത്രയും നമുക്ക് വേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ്, വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് നമുക്ക് കുറച്ച് വേസ്റ്റ് വരുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എത്ര അതിൻ്റെ വിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അടിക്കണം. ഏകദേശം ഒരു 1.5 മണിക്കൂറായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 6 ഇഞ്ചിൽ ഒരു 6 ഇഞ്ചിൻ്റെ ഗ്യാപ്പുണ്ട്. മുകളിലേക്ക് 6 ഇഞ്ചും താഴേക്ക് വരുമ്പോൾ ഒരു 4 ഇഞ്ചുമായിട്ട് അതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം ഈ ചുമര് റെഡി അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് ഞാൻ ഗ്യാപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഗ്യാപ്പ് ഫില്ലാവും. അപ്പോൾ അത് ഒട്ടിക്കാൻ പറ്റും. നീ പോയി എഴുതി. ഓനെ എഴുതാൻ പോകുന്ന മുമ്പോട്ടെ. പോരാത്തിന് ബാക്കിൽ വയലറ്റ് കളർ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു സെൻറ്റിമീറ്ററും ഇല്ല, ചെറിയൊരു ഗ്യാപ്പ് സാധനം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മളെ ബൾബോർഡ് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രില്ലിങ് മെഷീന് അൻവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓനെ വിളിച്ചിട്ട് സാധനം അവിടെ ഉണ്ടോ ചോദിച്ചു നോക്കാം. അത് സാധനം അവിടെ ഉണ്ടോന്നല്ല, ഓന അവിടെ ഉണ്ടോ. അന്വേ ഈ വീട്ടിലുണ്ടോ? ചായക്കടില്ല. അല്ല എനിക്ക് ഡ്രില്ലിങ് മെഷീൻ ഓണായിരുന്നു. ഓ താടോ, ഇങ്ങനൊന്നും പറയല്ലോ. ഞാൻ ആ ടിവിന്റെ യൂണിറ്റ് ഒന്ന് കുറച്ച് മുകളിലേക്ക് മാറ്റി വെക്കുന്നു. നീ എപ്പോ വരുന്നേ? നീ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണ, നീ വീട്ടിൽ പോയിട്ട് സാധനം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ. എന്നാ ശരി. പിന്നെ എന്റെ പാർസൽ കൂടി എടുത്താ, നീ എന്തായാലും നീ ഇങ്ങോട്ട് വരുന്നല്ലേ? ശരിയടാ. നമ്മളെ വോളത് ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടടാ. നമ്മളതിൻ്റെ സൈഡിലൂടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രിപ്പ് ലൈറ്റ് ഇടുമ്പോൾ ഏകദേശം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഐഷ് അടിപൊളി. നമ്മളെ പഴയ ബോർഡ് സാധനങ്ങൾ അത് കുഴപ്പമില്ലടാ. അത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാ ഷാനെ. അടിപൊളി. പിന്നെ നമ്മുടെ TV യൂണിറ്റും പിന്നെ നമ്മൾ ഐക്കേന്ന് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി സെറ്റ് ആയാൽ അടിപൊളി. എന്ത് സഹായിക്കണോടാ ഇത് ഇതൊന്ന് പിടിച്ചിട്ട് ആ സാധനം അങ്ങനെ പണിക്കുള്ള കൂലി വേണം. ആദ്യം എവിടെ ഇരുന്നത്? ഇത് കുറച്ച് താഴെ ഉണ്ട്, ഏകദേശം ഇവിടെ. ഞാൻ അളന്ന് വെച്ചാ എവിടെയൊക്കെ വെച്ചാ നമ്മള് ഇത് കറക്റ്റ് നമ്മൾ സ്കെയിൽ വെക്കുന്ന മാതിരി വരില്ല. അല്ലടാ വേറെ പരിപാടി അല്ല. ഇവന്റെ പിന്നെയും കിട്ടൂടാ. നമ്മളതിൽ വാട്ടർ ലെവലില്ല. എഡിറ്റിംഗ് ആണ് പ്രശ്നം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ അറിയുള്ളൂ. നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല. എഡിറ്റിംഗ് ഒക്കെ ശിശിരി എഡിറ്റ് ചെയ്യുന്നവരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പറയാതല്ല എളുപ്പാ. മറ്റേ ഹോംലി മീൽസ് പടം ഉണ്ടല്ലോ, അതിനകത്തുണ്ടല്ലോ മറ്റേ ബേസിക് ജോസഫിനോട് എഡിറ്റ്. ഇതുണ്ട് കറക്റ്റാ.
അതിന്റെ ബാക്കിൽ ഞാനൊരു പോയിന്റ് കണ്ടില്ലല്ലോ അതൊക്കെ കൊറേ പറയാൻ എവിടെ നീ തീർന്നുണ്ടല്ലേ ഹോംലി മീൽസോ കണ്ടില്ലേ? അപ്പൊ വാട്ടർ ലെവലേ ഷാനപ്പ എന്നോടെ എന്താ ഇത് എല്ലാ വീഡിയോയിലും ഇത് തന്നെ പരിപാടി. ഉപ്പ ഞാൻ പിടിക്കാം. നമ്മളെ പരിപാടി പകുതി വെച്ച് നിന്നുപോയി. പിന്നെ നമ്മൾ ഈ ടി വിൻ്റെ സാധനം ടൈറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് സ്ക്രൂ പൊട്ടി. ഒന്ന് രണ്ട് ഷോപ്പിലെല്ലാം കയറി നോക്കി, സാധനം കിട്ടിയില്ല. ഇനിയിപ്പോൾ നാളെ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ബാക്കി പരിപാടി നാളെ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. നമ്മൾ ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാം ഇപ്പോൾ പോയതേ ഉള്ളൂ. അപ്പോൾ ബാക്കി പരിപാടികൾ നാളെയാണ്. നാളെ ടി വി യൂണിറ്റ് ഫിറ്റ് ചെയ്യണം. പിന്നെ ഐക്യന്ന് വാങ്ങിച്ച ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതും ഫിറ്റ് ചെയ്യണം. നമ്മൾ ഈ ടി വിൻ്റെ മൗണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രൂ പൊട്ടിപ്പോയിട്ടുണ്ടായത്. അപ്പോൾ ആ സ്ക്രൂവിന് പകരം ഞാൻ വേറൊരു സ്ക്രൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ഏകദേശം നമ്മുടെ ഈ ഏരിയയിൽ മൊത്തം എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും നടന്നു, ഇതുവരെ കിട്ടില്ല. അപ്പോൾ തൽക്കാലം ഞാൻ എന്തെന്ന് വെച്ചാൽ സാധാരണ നമ്മളെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് അതിന് ബോൾട്ട് അടിച്ച് ഒരു വാഷർ ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ടി വിയും കാര്യങ്ങളും നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ടി വി നമുക്ക് ഫിറ്റ് ചെയ്യാം. ടി വിൻ്റെ സ്റ്റാൻഡ് നമ്മൾ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മൗണ്ട് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. മുമ്പ് ടി വി ഏകദേശം ഈ ഒരു ലെവലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ചാനൽ അടിച്ചിട്ട് ആ ചാനലിലൂടെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ ചുമ്മാ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചാനൽ അടിച്ചിട്ട് ചാനലിലൂടെ ഇടാം. അതുപോലെ നമ്മളൊരു ഐക്യെന്നൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഐക്യെന്ന് വാങ്ങിച്ച ആ ഒരു സ്റ്റാൻഡ്. അവസാനം ഇതേപോലെ പാർട്സ് വന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സ്ക്രൂ എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളിത് ഏകദേശം അളന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അളവെടുത്തിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടി വി റെഡി, ടേബിൾ റെഡി. ഇനി നമുക്ക് സ്റ്റാൻഡ്. ഇനി നമുക്ക് ഒരു ചാനൽ അടിച്ചിട്ട് നമ്മളെ വയറും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റാക്കണം. അപ്പോൾ നമ്മളൊരു ഫുൾ ലെങ്ത്ത് ചാനൽ വാങ്ങിച്ചിട്ടുണ്ട്, PVC ചാനൽ. ഇത് എനിക്ക് പകുതിയുടെ ആവശ്യം, നമുക്ക് 1 മീറ്റർ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ പറഞ്ഞു 1 മീറ്റർ ആയിട്ട് തരില്ല, ഫുൾ ലെങ്ത്ത് എടുക്കണം എന്ന്. അപ്പോൾ നമുക്ക് എത്രയും ഒരു ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം 1.5 മീറ്ററോ 2 മീറ്റർ അങ്ങാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമില്ല, നമുക്കിതിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്ക് പകുതി കട്ട് ചെയ്യാൻ പോകാം. പകുതി കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാൾ സ്റ്റിക്കർ ബാക്കി കിടക്കുന്നുണ്ട്. ആ വാൾ സ്റ്റിക്കർ അടിച്ചിട്ട് ഇത് ചാനൽ എന്ന് പറഞ്ഞാൽ PVC ചാനൽ. ഇതിനോട് കൂടി വയറ് ഇങ്ങനെ കൊണ്ടുപോയിട്ട്, വയറ് കാണാണ്ടിരിക്കാൻ, ഈ വയറല്ല ആ വയറ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ നമ്മളോട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വയറെല്ലാം ഈ ചാനലിലൂടെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ചാനൽ വളരെ ചെറിയ ചാനലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വീതിയുള്ള ചാനൽ വെച്ച് അടിച്ച് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ അവിടെ ഉണ്ടെന്ന് ശരിക്കും അറിയത്തില്ല, കാരണം ഞാൻ എൻ്റെ മുകളിൽ മറ്റേ ഈ ഷീറ്റിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട്. അത് ഒട്ടിച്ച് ചാനൽ പോയി നമ്മുടെ എന്താ പറയുക വയറുകളൊക്കെ അതിനകത്തേക്ക് പോയി. അങ്ങനെ ഗൈസ് നമ്മളെ ടി വി യൂണിറ്റ് റെഡി ആയിട്ടുണ്ട്, ഫുൾ സെറ്റ്. ടി വി നമ്മുടെ ടി വിയുടെ ബാക്കിൽ വൈഫൈ റൗട്ടർ അതിൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ നമ്മൾ ആ സ്റ്റാൻഡ് ഇവിടെ വന്നു. അതിനകത്ത് നമ്മളെ ഗെയിം കൺട്രോളറും ചെറിയൊരു കുഞ്ഞ് സ്പീക്കറുണ്ട് അത്. പിന്നെ നമ്മളെ ഫ്ലവർ ബാക്കി കാര്യങ്ങൾ നമ്മളെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അതിൻ്റെ ടി വിൻ്റെ വയറ് വൈഫൈയുടെ വയറൊക്കെ നമ്മൾ ആ ചാനൽ അടിച്ചിട്ട് അതിനുള്ളിലൂടെ പോയി. എനിക്കറിയാം
ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, സെറ്റായി. നമ്മളെ പഴയ എന്താ പറയുക, നമ്മുടെ പഴയ വോള് നമ്മുടെ ഒരു ബ്രിക്കിൻ്റെ സ്റ്റൈലായിരുന്നു, ഏതോ ഒരു കളർ, ഒരു നീല കളർ പോലത്തെ. അതെല്ലാം മാറി, ആ വൃത്തികളെല്ലാം മാറി, ഇപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.